നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം. ഭാരതപ്പുഴ വറ്റിയതോടെ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം അവതാളത്തിൽ. ഷൊർണൂരിൽ പുഴയിലെ പമ്പിംഗ് കേന്ദ്രങ്ങളിലേക്ക് ചാൽ കീറി വെള്ളമെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. മണ്ണുത്തിയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 12 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പുന്നയൂർകുളം സ്വദേശി ഷമിൽ ഷെരീഫ്. ആന്ധ്രയിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് ആലുവയിലേക്ക് കടത്താനായിരുന്നു പ്രതിയുടെ ശ്രമമെന്ന് എക്സൈസ് അധികൃതർ. 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കഞ്ചാവ് ചെറുപൊതികളിലാക്കി വിൽക്കുന്നത് 7.5 ലക്ഷത്തോളം രൂപയ്ക്ക്. പ്രളയത്തിൽ തകർന്ന മാന്നന്നൂർ ഉരുക്കുതടയണയുടെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നു. തടയണ പുനർനിർമ്മിക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ ചിലവിൽ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടാതിരിക്കാൻ തടയണയിലെ ചോർച്ച അടച്ച് ജനപ്രതിനിധികൾ. വാർത്തകൾ വിശദമായി. ശുദ്ധജല പ്രതിസന്ധി രൂക്ഷം. പുഴ വറ്റിയതോടെ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം അവതാളത്തിലേക്ക്. ഷൊർണൂരിൽ ഭാരതപ്പുഴയിലെ പമ്പിംഗ് കിണറുകളിലേക്ക് ചാലുകീറി വെള്ളമെത്തിക്കാനാണ് ശ്രമം. ഷൊർണൂർ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി കഴിഞ്ഞു. ജലവിതരണം മുടങ്ങാതിരിക്കാൻ ഭാരതപ്പുഴയിൽ ചാലുകീറി വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് കിണറുകളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചിൻ പാലത്തിന് സമീപമാണ് മണൽ മാറ്റി വാട്ടർ അതോറിറ്റിയുടെ കിണറുകളിലേക്ക് വെള്ളമെത്തിക്കുന്നത്. 500 മീറ്ററോളം മണൽ മാറ്റി വേണം വെള്ളമെത്തിക്കാൻ. 2 ദിവസത്തിനുള്ളിൽ കിണറുകളിൽ വെള്ളമെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജല അതോറിറ്റിയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് നടപടി. കൊടും വേനലിൽ തടയണ വറ്റിയതോടെ ഷൊർണൂരും സമീപ പ്രദേശങ്ങളും വരൾച്ചയുടെ കെടുതികൾ അനുഭവിച്ചു തുടങ്ങി. പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ ചാലെടുത്ത് കുടിവെള്ളം എത്തിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഗാലറിയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പ്രവൃത്തിയാണ് അടിയന്തര ഘട്ടം നഗരസഭയും അതോറിറ്റിയും ചേർന്നിട്ടുണ്ട്. ഗാലറിക്ക് 4 പേരും ഒന്നുകൂടി മണൽ മാന്താനായിട്ട് ആവശ്യപ്പെട്ടു. നമ്മുടെ നഗരപ്രദേശത്ത് കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമായി തുടരുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് അടിയന്തരമായിട്ട് നഗരസഭയിൽ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ KSEB ഉന്നത ഉദ്യോഗസ്ഥന്മാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് നമ്മുടെ നഗരസഭയിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ അത് തുറക്കാനാവശ്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുകയാണ്. ചില സാങ്കേതികമായിട്ടുള്ള കുരുക്കുകൾ അതിനകത്തുള്ള അത് ഒഴിവാക്കി എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്ന ആലോചനയാണ് അതിനകത്ത് നടത്തുന്നത്. അതുവഴി നമ്മുടെ നഗരസഭയിലെ കുറെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായിട്ട് സാധിക്കും. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ദൗത്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുടിവെള്ള വിതരണം തടസ്സപ്പെടാതിരിക്കാൻ തടയണയിലെ ചോർച്ച അടച്ച് ജനപ്രതിനിധികൾ. പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പൗലോസ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികൾ ഞാവളിൻകടവ് തടയണയിലെ എല്ലാ ഷട്ടറുകളിലെയും ചോർച്ച അടച്ചത്. മുകളിലെ ചെക്ക് ഡാമുകളിൽ ഷട്ടറുകൾ അടച്ചതോടെ ഡാമുകളിലെത്തിയ വെള്ളം ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് പറഞ്ഞു. തമിഴ്നാട്ടിലെ ആളിയ ഡാം തുറന്നാണ് ഭാരതപ്പുഴയിൽ വെള്ളമെത്തി ഞാവളിൻകടവ് തടയണ നിറഞ്ഞത്. തടയണയിൽ വെള്ളമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണുത്തിയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 12 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പുന്നയൂർകുളം സ്വദേശി 22 വയസ്സുള്ള ഷമിൽ ഷെരീഫാണ് പിടിയിലായത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലവൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അനിൽകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും NH പട്രോളിംഗ് പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മണ്ണുത്തിയിൽ വച്ച് പ്രതിയെ പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ BL ബിജുവിന്റെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിഞ്ഞായിരുന്നു വാഹന പരിശോധന. 12 കിലോ കഞ്ചാവുമായാണ് പുന്നയൂർകുളം കല്ലാറ്റിൽ ഷമിൽ ഷെരീഫ് പിടിയിലായത്. ആന്ധ്രയിലെ കഞ്ചാവ് മൊത്തവിതരണക്കാരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആലുവയിലേക്ക് കടത്തുന്നതിനിടെയാണ് ഇയാളെ എക്സൈസ് പിടികൂടിയത്. ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് ശേഖരിക്കുന്ന പ്രതി കഞ്ചാവ് ആലുവയിൽ കൊണ്ടുവന്ന ചെറിയ പൊതികളിലാക്കി ഒരു പൊതിക്ക് 650 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. ആന്ധ്രയിൽ നിന്ന് 1.5 ലക്ഷം രൂപ കൊടുത്ത് പ്രതി വാങ്ങിയ കഞ്ചാവ് ചെറുപൊതികളിലാക്കി വിൽക്കുമ്പോൾ 7.5 ലക്ഷത്തോളം രൂപ ലഭിക്കുമെന്ന് പ്രതി എക്സൈസിനോട് പറഞ്ഞു. ആലുവയിലും പെരുമ്പാവൂരിലുമായി ഒരു ദിവസം 100ഓളം ചെറുപൊതികൾ വിൽപ്പന നടത്താറുണ്ടെന്നും
പ്രതി സമ്മതിച്ചിട്ടുണ്ട്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് CI BL ഷിബുവിൻ്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 2018 പ്രളയത്തിൽ തകർന്ന മാമന്നൂർ ഉരുക്കുതടയണയുടെ പുനർനിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ ചെലവിട്ടാണ് തടയണ പുനർനിർമ്മിക്കുന്നത്. 2018 പ്രളയത്തിൽ തകർന്ന തടയണയുടെ ഒരു ഭാഗമാണ് പകലും രാത്രിയിലുമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുന്നത്. മെയ് അവസാനത്തോടെ പണി പൂർത്തിയാക്കുമെന്ന് കരാർ വിഭാഗം അറിയിച്ചു. ചെറുതുരുത്തി ഷൊർണൂർ തടയണ നിർമ്മിച്ച PP ജയപ്രകാശിനാണ് ഇതിൻ്റെയും നിർമ്മാണ ചുമതല. 2018 പ്രളയത്തിലാണ് മാനന്നൂർ കടവ് ഭാഗത്ത് തടയണ തകർന്നത്. പുഴ 75 മീറ്ററോളം ഗതിമാറി ഒഴുകിയിരുന്നു. പുഴയുടെ അതിർത്തി തിരിച്ച് 350 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ പണിയും പുരോഗമിക്കുന്നു. വാഴാലിപ്പാടം ഭാഗത്ത് 2 മീറ്റർ ഉയരത്തിൽ സമീപത്തുള്ള കുടിവെള്ള പമ്പ് ഹൗസിലേക്ക് വെള്ളം എത്തിക്കാനും മാനന്നൂർ ഭാഗത്ത് 10 മീറ്റർ ഉയരത്തിൽ ഷട്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് സൈറ്റ് എഞ്ചിനീയർ മിസ്ഹബ് പറഞ്ഞു. 2018 പ്രളയ സമയത്ത് പുഴ ഗതിമാറി ഒഴുകി നശിച്ച് ഉരുക്ക് തടയണയുടെ ഒരു സൈഡിൽ നിന്നും ഏക്കർ കണക്കിന് ഭൂമി ഒരുപാട് പ്രൈവറ്റ് ആളുകളുടെ നിന്ന് നഷ്ടപ്പെട്ടു. അതിൻ്റെ പുനരുദ്ധാരണമായിട്ട് നമ്മൾ റീറ്റൈനിങ് ഹോൾ കെട്ടി പുനർനിർമ്മാണം ചെയ്ത് അവർക്ക് ഭൂമി തിരികെ കൊടുക്കുന്നതാണ് എന്നോട് നമ്മുടെ പ്രൊജക്റ്റ്. പട്ടാമ്പിയിലെ PP ജയപ്രകാശ് എന്ന കോൺട്രാക്ടറുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ദിവസം ഒരു 40-50 പേര് അന്യസംസ്ഥാന തൊഴിലാളികളും മലയാളികളും ഉൾപ്പെടെ ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവും പകലും ഇല്ലാതെയാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചേലക്കര മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ചമയ പ്രദർശനത്തിന്റെയും കാഴ്ച പന്തലിന്റെയും സ്വിച്ച് ഓൺ ചടങ്ങ് നടന്നു. പരിപാടി ചേലക്കര സബ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഗുരുശ്വരൻ അധ്യക്ഷനായി. അഡീഷണൽ SI E സന്തോഷ് മുഖ്യ അതിഥിയായി. പബ്ലിസിറ്റി കൺവീനർ M അരുൺകുമാർ, സെക്രട്ടറി വിനീത് വെങ്ങാനല്ലൂർ, ട്രഷറർ CR രാജേഷ്, സമുദായം പ്രസിഡന്റ് CS സത്യൻ, CK മോഹൻരാജൻ, CR വേണുഗോപാൽ, സതീഷ്, നടേശൻ, ഉദയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കുഞ്ചൻ തുള്ളൽ പുരസ്കാരം തുള്ളൽ കലാകാരൻ C ബാലകൃഷ്ണന്. തുള്ളൽ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് തിരുവനന്തപുരം സ്വദേശിയായ C ബാലകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത്. 10,001 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മെയ് 5-ന് ലക്കിടി കലക്കത്ത് ഭവനത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് സമ്മാനിക്കും. പൂതനമോക്ഷം കഥകളിയിൽ മോക്ഷം പ്രാപിക്കുന്ന ലളിതയായി നിറഞ്ഞാടി 6ാം ക്ലാസ്സുകാരി ശിവാനി. കഥകളി ആസ്വാദകർക്ക് ഇത് നവ്യാനുഭവമായി. ലക്കിടി ഗുരുകൃപ കഥകളി വിദ്യാലയത്തിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലക്കിടി കുഞ്ചൻ സ്മാരകം വായനശാലയിൽ സംഘടിപ്പിച്ച കഥകളി അവതരണമാണ് ശിവാനിയുടെ വേറിട്ട ഭാവപ്രകടനത്തിന്റെയും കൂടി വേദിയായത്. ഭാഗവതം ദശമസ്കന്ധത്തിലെ മൂലകഥയെ അടിസ്ഥാനപ്പെടുത്തി അശ്വതി തിരുനാൾ ഇളയ തമ്പുരാൻ രചിച്ച ആട്ടക്കഥയാണ് പൂതനാമോക്ഷം. കംസൻ കൃഷ്ണനെ വധിക്കുവാനായി നിയോഗിക്കുന്ന പൂതന അമ്പാടിയിൽ വന്ന് കൃഷ്ണനെ വിഷപ്പാലൂട്ടി വധിക്കുവാൻ ശ്രമിക്കുന്നതും പൂതനയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയും തുടർന്ന് പൂതന മോക്ഷം പ്രാപിച്ച് ലളിതയാവുകയും ചെയ്യുന്ന രംഗം ശിവാനി തന്റെ വേറിട്ട ഭാവപ്രകടനം കൊണ്ട് അവിസ്മരണീയമാക്കി. വരിക 4 വർഷമായി കലാമണ്ഡലം സോമനാശാന്റെ ശിക്ഷണത്തിലാണ് ശിവാനി കഥകളി പഠനം നടത്തുന്നത്. അധ്യാപകനും ഓട്ടൻതുള്ളൽ കലാകാരനുമായ കുഞ്ചൻ സ്മാരകം പ്രദീപിന്റെയും രമ്യയുടെയും മകളാണ് ശിവാനി. ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനി ഓട്ടൻതുള്ളൽ, ഭരതനാട്യം എന്നിവയും ചെയ്തു വരുന്നു. തുള്ളലിൽ അച്ഛൻ തന്നെയാണ് ഗുരുനാഥൻ. കലാമണ്ഡലം സുധാ ശശികുമാറിന്റെ കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത്. കഥകളി അവതരണത്തിന് ജിഷ്ണു പുലാശ്ശേരി, യദു പെരാങ്ങല്ലൂർ, വാസുദേവ് മുതുകുറിശി, ബിജു ആറ്റിമ്പുറം എന്നിവർ പക്കമേളമൊരുക്കി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ബലക്ഷയത്തെ തുടർന്ന് പൊളിച്ചുമാറ്റിയ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് പകരം പുതിയത് നിർമ്മിക്കുമെന്ന വാഗ്ദാനത്തിന് പ്രായം 5 വയസ്സ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും സ്റ്റാൻഡ് പ്രവർത്തനം ഇതുവരെ തുടങ്ങിയിട്ടില്ല. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയവും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല.
സ്റ്റാൻഡിലെ അഴുക്കുചാലിന്റെയും യാർഡിന്റെയും ജോലികൾ ബാക്കിയാണ്. ശൗചാലയം കെട്ടിടം പേരിന് മാത്രം. 2019 സെപ്റ്റംബറിലാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ചത്. 2 ഘട്ടങ്ങളിലായി പുതിയ ബസ് ടെർമിനലും കെട്ടിട സമുച്ചയവും നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനം. വി.കെ. ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്ന് 2.26 കോടി രൂപയാണ് ബസ് ടെർമിനലിന് നീക്കിവെച്ചത്. പാലക്കാട് നഗരസഭ 50 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. ഇടക്കാലത്ത് പണി നിലച്ചെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ബസ് ടെർമിനൽ തയ്യാറാക്കി. എന്നാൽ യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളായില്ല. യാർഡ് നിർമ്മാണം തുടങ്ങിയിട്ടുമില്ല. ശൗചാലയത്തിന് കെട്ടിടം നിർമ്മിച്ചതല്ലാതെ തുറന്ന് ഉപയോഗിക്കാൻ പാകമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം നഗരസഭ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഉദ്ഘാടനമുണ്ടാകുമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP ആരോപിച്ചിരുന്നു. കെട്ടിടം എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് ഒരു ഉറപ്പുമില്ല. ചെറുപ്പളശ്ശേരി, കോങ്ങാട്, പത്തിരിപ്പാല, ശ്രീകൃഷ്ണപുരം, പുലാപ്പറ്റ, മണ്ണാർക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് മുമ്പ് ഇവിടെ നിന്ന് ബസ് സർവീസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ളത് തോലനൂർ, കിണാവലൂർ ഭാഗത്തേക്ക് മാത്രം. യാർഡ് നിർമ്മാണവും ശൗചാലയത്തിന്റെ ബാക്കി പണികളും തീർത്ത് ബസ് സ്റ്റാൻഡ് എത്രയും വേഗം തുറന്നു നൽകണമെന്ന് ബസ് തൊഴിലാളികളും ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളത്ത് പഞ്ചായത്തിന്റെ ആർട്ടിഫിഷ്യൽ ടർഫ് മൈതാന നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജൂലൈയിൽ ടർഫ് കായിക പ്രേമികൾക്ക് തുറന്നുകൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഗ്രാമപഞ്ചായത്തിന്റെ 93 സെന്റ് സ്ഥലത്താണ് മൈതാനമൊരുങ്ങുന്നത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 4.32 കോടി രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മൈതാന നിർമ്മാണം. സിന്തറ്റിക് ഫുട്ബോൾ ടർഫ്, ഗാലറി, ബിൽഡിംഗ്, ടോയ്ലറ്റ് കം ചേഞ്ച് റൂം, ഫെൻസിംഗ്, മറ്റനുബന്ധ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രവൃത്തികളാണ് പ്രധാനമായുള്ളത്. ചുറ്റുമതിൽ നിർമ്മാണവും കെട്ടിട നിർമ്മാണവും ഗാലറിയുടെ പ്രവൃത്തിയും പൂർത്തിയായി. പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിശ്ചയിച്ച സമയത്തേക്കാൾ 5 മാസം കാലാവധി കരാറുകാരന്റെ അഭ്യർത്ഥന മാനിച്ച് നീട്ടി നൽകിയിരുന്നു. ഒരു ചെറിയ തുക വാണിയംകുളം പഞ്ചായത്തിന് ലഭിക്കുന്ന നിലയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൈതാനത്തിന്റെ നടത്തിപ്പിനായി ഒരാളെ ചുമതലപ്പെടുത്തും. എറണാകുളം സ്വദേശി VM സാജിദാണ് കോൺട്രാക്ടർ. ടർഫിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. 3 മാസത്തിനുള്ളിൽ ടർഫ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ 4.32 കോടി രൂപ ചെലവിൽ വാണിയംകുളം ടൗണിൽ പഞ്ചായത്തിന്റെ ഏതാണ്ട് 1 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കണ ടർഫ് ഫുട്ബോൾ മൈതാനവും നടപ്പാതരയും പണി ഏതാണ്ട് ഒരു പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രദമായ രീതിയിൽ നടന്നു വരികയാണ്. നല്ല രീതിയിലുള്ളൊരു ടർഫ് ഫുട്ബോൾ മൈതാനം, അതുപോലെ തന്നെ സായാഹ്നങ്ങളിൽ ആളുകൾക്കൊരു നടപ്പാത തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ ടർഫ് ഫുട്ബോൾ മൈതാനത്തിന്റെ പ്രവൃത്തി ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ് എന്നറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗുരുകൃപ കഥകളി വിദ്യാലയത്തിന്റെ 3ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും നടന്നു. ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്ന് എത്രമാത്രം ബഹുസ്വരമായി നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അത് സംസ്കാരത്തിലായാലും സാഹിത്യത്തിലായാലും ഭാഷയിലായാലും ജീവിതത്തിലായാലും ഒക്കെ വൈവിധ്യങ്ങൾക്ക് മേൽ വലിയ തോതിലുള്ള സ്വേച്ഛാധിപത്യപരമായ എതിർപ്പുകൾ വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ വൈവിധ്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം K. ശ്രീവത്സൻ അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, കൂടിയാട്ടമാചാര്യൻ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി എന്നിവർ മുഖ്യാതിഥിയായി. ദശമുഖം പുരസ്കാരം കലാമണ്ഡലം കൃഷ്ണദാസിനും, രമണീയം പുരസ്കാരം കലാമണ്ഡലം ഹരിദാസിനും, സമഗ്ര പുരസ്കാരം ചാലക്കുടി മുരളിക്കും, കൃഷ്ണപ്രഭ പുരസ്കാരം നന്ദന തെക്കുംപാടനും സമ്മാനിച്ചു. ഡോക്ടർ രാഹുല സറയ്ക്കൽ, മീര രാമോഹൻ എന്നിവർക്ക് എൻഡോമെന്റ് വിതരണവും നടന്നു. MV രാജൻ, V. രാമൻകുട്ടി, നാരായണൻകുട്ടി നായർ, MJ ശ്രീചിത്രൻ, ശ്രീകുമാർ പാപ്പുള്ളി, നെടുമ്പുള്ളി രാമോഹൻ, P. പ്രദീപ്, നർമ്മദ വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ആവേശമായി പെരുമുടിയൂർ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിലെ കൂത്തുതാലപ്പൊലി മഹോത്സവം. വാദ്യമേളങ്ങൾ, ഇണക്കാളുകൾ, കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വിവിധ ദേശവേലകൾ കാവാങ്കണത്തിൽ സംഗമിച്ചു.
പട്ടാമ്പി പെരുമിടിയൂർ നെടുങ്ങനാട്ട മുത്തശ്ശേർക്കാവിലെ കൂത്തുതാലപ്പലി മഹോത്സവം ആവേശമായി. കൊടുമുണ്ട, കോഴിക്കോട്ടിരി, പെരുമിടിയൂർ, വള്ളൂർ, പട്ടാമ്പി എന്നീ 5 ദേശങ്ങളുടെ തട്ടകമായ നെടുങ്ങനാട്ട മുത്തശ്ശേർക്കാവിലെ കൂത്തുതാലപ്പലിയാണ് ആഘോഷിച്ചത്. ഉച്ചയ്ക്ക് പഞ്ചവാദ്യ എഴുന്നള്ളിപ്പ് ഉണ്ടായി. തുടർന്ന് വൈകിട്ട് വാദ്യമേളങ്ങളുടെയും ഇണക്കാളുകളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു. ക്ഷേത്രതന്ത്രി അഴകത്തുമനയിൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, ഇരട്ടത്തായമ്പക, എഴുന്നള്ളിപ്പ്, പട്ടാഭിഷേകം കൂത്തോടുകൂടി കൂത്തുതാലപ്പൊലി മഹോത്സവം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം. ഭാരതപ്പുഴ വറ്റിയതോടെ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം അവതാളത്തിൽ. ഷൊർണൂരിൽ പുഴയിലെ പമ്പിംഗ് കേന്ദ്രങ്ങളിലേക്ക് ചാൽ കീറി വെള്ളമെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. മണ്ണുത്തിയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 12 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പുന്നയൂർക്കുളം സ്വദേശി ഷമിൽ ഷെരീഫ്. ആന്ധ്രയിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് ആലുവയിലേക്ക് കടത്താനായിരുന്നു പ്രതിയുടെ ശ്രമമെന്ന് എക്സൈസ് അധികൃതർ. 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കഞ്ചാവ് ചെറുപൊതികളിലാക്കി വിൽക്കുന്നത് 7.5 ലക്ഷത്തോളം രൂപയ്ക്ക്. പ്രളയത്തിൽ തകർന്ന മാന്നന്നൂർ ഉരുക്കു തടയണയുടെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നു. തടയണ പുനർനിർമ്മിക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ ചിലവിൽ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടാതിരിക്കാൻ തടയണയിലെ ചോർച്ച അടച്ച് ജനപ്രതിനിധികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.